ാനുള്ളത് RBD ആണ്, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളുടെ നമുക്ക് നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ്സിൻ്റെ നമ്പർ ഓഫ് കുറവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഡിസൈൻ യൂസ് ചെയ്യും, കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ യൂസ് ചെയ്യും. ഇപ്പം ട്രീറ്റ്മെൻറ്റ്സിൻ്റെ എണ്ണം കൂടുവാണെങ്കിൽ അതുപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ്, എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിൻ്റെ എണ്ണവും കൂടുവാണെങ്കിൽ, ആ കൂടുന്ന കേസിലാണ് നമ്മൾ RBD യൂസ് ചെയ്യുന്നത്, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് അവിടെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിനിടയിലുള്ള അത് കൂടുതൽ ഹെട്രോജീനിയസ് ആയിട്ട് മാറും. എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഹെട്രോജീനിയസ് ആയിട്ട് മാറുകയും പിന്നീട് നമുക്ക് ആ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിനെ നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റേണ്ടി വരും. ഈ ഓരോ ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. നോക്കാം. ഇഫ് എ ലാർജ് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആർ ടു ബി കമ്പയർഡ്, ദെൻ എ ലാർജ് നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ആർ റിക്വയർഡ്. അപ്പോൾ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യണമെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ്സ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര തന്നെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സും വേണം. അപ്പം നമ്മൾ ലാർജ് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യുമ്പം നമുക്ക് എന്തായാലും ലാർജ് നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സും അവൈലബിൾ ആവണം. This will increase the variation among the responses and CRD may not be appropriate to use. അങ്ങനെ നമ്മൾ കുറേ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും? അവിടെ ആ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഹെട്രോജീനിയസ് ആയിട്ട് മാറും. പക്ഷേ നമ്മൾ CRD എപ്പോഴാണ് യൂസ് ചെയ്യുക? ഹോമോജീനിയസ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഉള്ള കേസിലാണ് CRD യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ അധികം എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എടുക്കുമ്പോൾ അവിടെ വേരിയേഷൻ വരുമ്പം വേരിയേഷൻ വരാ വെച്ചാൽ ഹെട്രോജീനിയസ് ആവുക. ആ കേസിൽ നമുക്ക് CRD യൂസ് ചെയ്യാൻ പറ്റില്ല. In such a case, when the experimental material is not homogeneous and there are weak treatments to be compared, then it may be possible to group the experimental material into blocks of sizes V units. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹെട്രോജീനിയസ് ഗ്രൂപ്പിനെ ഓരോ ഹോമോജീനിയസ് സബ് ഗ്രൂപ്പാക്കിയിട്ട് മാറ്റും. നമ്മുടെ കയ്യിലുള്ള ആ മൊത്തം ഹെട്രോജീനിയസ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റിനെ ഓരോരോ ബ്ലോക്കുകളാക്കി മാറ്റും. ഓരോ ബ്ലോക്കിൻ്റെയും സൈസ് V ആയിരിക്കും. V എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ അതേ സൈസ് തന്നെയായിരിക്കും ഓരോ ബ്ലോക്കിൻ്റെ സൈസും. നോക്കാം. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. ബ്ലോക്സ് ആർ കൺസ്ട്രക്റ്റഡ് സച്ച് ദാറ്റ് ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് വിത്തിൻ എ ബ്ലോക്ക് ആർ റിലേറ്റീവ്ലി ഹോമോജീനിയസ്. അപ്പോൾ നമ്മൾ ഓരോ ബ്ലോക്കും നമ്മൾ ഓരോ ഗ്രൂപ്പാക്കി മാറ്റുമെന്ന് പറഞ്ഞു. എൻ്റയർ എക്സ്പെരിമെൻ്റൽ യൂണിറ്റിനെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റുന്നു, ഒരേ സൈസുള്ള ഗ്രൂപ്പാക്കി മാറ്റുമെന്ന് പറഞ്ഞു. ഈ ഓരോ ഗ്രൂപ്പിലുമുള്ള യൂണിറ്റ്സ് എന്തായിരിക്കും? ഹോമോജീനിയസ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് 1ലുള്ള എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ബ്ലോക്ക് 2ലെ ഹോമോജീനിയസ് ആണ്. പക്ഷേ ഓരോ ബ്ലോക്കുകൾ തമ്മിലുള്ള എന്തായിരിക്കും? ഹെട്രോജീനിയസ് ആയിരിക്കും. പക്ഷേ വിത്തിൻ ദ ബ്ലോക്ക് അവർ ഹോമോജീനിയസ് ആണ്. ഇഫ് ദർ ആർ B such blocks, we say that the blocks are at B levels. നമുക്ക് B ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം we say that the blocks are at B level എന്ന് പറയാം. Similarly, if there are V treatments, we say that the treatments are at V levels. ട്രീറ്റ്മെൻറ്റ്സ് B ലെവൽസ് ഉണ്ടെങ്കിൽ, V നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പറയാം ട്രീറ്റ്മെൻറ്റ്സ് ആർ അറ്റ് V level. The responses from the B level of blocks and V level of treatments can be arranged in a two-way layout. The observed data set is arranged as follows. അപ്പോൾ ഇങ്ങനെയാണ് താഴെ കിടന്ന ഒരു ലേഔട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്ലോക്സും ട്രീറ്റ്മെൻറ്റ്സും അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓരോ റോകളാണ് ഓരോ ബ്ലോക്ക്. ഈ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിൽ ഓരോ റോകളാണ് ഓരോ ബ്ലോക്ക്. അതുപോലെ ഓരോ കോളംസ് ആണ് ഓരോ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം Y11, Y21, YI1, YB1 എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള യൂണിറ്റ്സുകളാണ്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അലോക്കേറ്റ് ചെയ്ത യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിലുള്ളത് Y11, Y21, എക്സെട്ര YB1. ട്രീറ്റ്മെൻറ്റ് ടോട്ടലാണ്, ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടോട്ടലാണ് T1. അതുപോലെ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് അലോക്കേറ്റ് ചെയ്തവരാണ് Y12, Y22, എക്സെട്ര YB2 വരെ. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് ടോട്ടലാണ് T2. അതുപോലെ ഒരു ബ്ലോക്കിലുള്ള മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ബ്ലോക്കിലെ മെമ്പേഴ്സാണ് Y11, Y12, എക്സെട്ര Y1J, Y1B. ബ്ലോക്ക് ടോട്ടലാണ് B1, സെക്കൻഡ് ബ്ലോക്ക് ടോട്ടലാണ് B2, അങ്ങനെ ഗ്രാൻഡ് ടോട്ടലാണ് G എന്ന് പറയുന്നത്. എ two-way layout is called a randomized block design. ഇതിനെയാണ് നമ്മൾ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. or a randomized complete block design അങ്ങനെയും പറയാം. If within each block the V treatments are randomly assigned to V experimental units. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ബ്ലോക്കിലും
എത്ര ട്രീറ്റ്മെൻറ്റുകളുണ്ടോ അത്രയേ ആയിരിക്കും ആ ബ്ലോക്കിൻ്റെ സൈസ് വരിക. അപ്പം 4 ട്രീറ്റ്മെൻറ്റാണുള്ളത്, നമ്മുടെ കയ്യിൽ 4 ട്രീറ്റ്മെൻറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ സൈസ് എന്തായി മാറും? 4 മാറും. അപ്പോൾ ഒരു ബ്ലോക്കിൽ 4 എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 4 ട്രീറ്റ്മെൻറ്റും നമ്മൾ ഈ 4 എക്സ്പെരിമെൻ്റൽ യൂണിറ്റിന് റാൻഡമായിട്ട് കൊടുക്കും. ചിലപ്പോൾ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് രണ്ടാമത്തെ യൂണിറ്റിന് കൊടുക്കും, രണ്ടാമത്തെ നാലാമത്തേന് കൊടുക്കും. അങ്ങനെ നമുക്ക് ഏത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ ബ്ലോക്കിലെ മെമ്പേഴ്സിന് യൂണിറ്റ്സിന് നമുക്ക് ഈ 4 ട്രീറ്റ്മെൻറ്റ് റാൻഡംലി നമ്മൾ കൊടുക്കും. Within each block, the V treatments are randomly assigned to V experimental units such that each of the V factorial ways of assigning the treatment to the units has the same probability of being adopted in the experiment. അപ്പോൾ നമുക്ക് V ട്രീറ്റ്മെൻറ്റ്സ് V experimental unitsന് നമുക്ക് V factorial ടൈപ്പിൽ നമുക്ക് കൊടുക്കാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു മെത്തേഡാണെങ്കിൽ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ഒന്നാമത്തെ യൂണിറ്റിന്, രണ്ടാമത്തേന് മൂന്നാമത്തെ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് അങ്ങനെ എത്ര രീതിയിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം? V ഫാക്ടോറിയൽ രീതിയിൽ ഒരു ബ്ലോക്കിൽ V ട്രീറ്റ്മെൻറ്റ്സ് V ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇൻ RBD യൂട്ടിലൈസസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ. അപ്പം ഈ RBDയിൽ നേരത്തെ നമ്മൾ പറഞ്ഞു CRDയിൽ റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും ഉണ്ടായിരുന്നുള്ളൂ, ലോക്കൽ കൺട്രോൾ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ലോക്കൽ കൺട്രോൾ ഇല്ലാതിരുന്നത്? അവിടെ നമ്മൾ ഹോമോജീനിയസ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ലോക്കൽ കൺട്രോൾ വരുന്നില്ല. വരുന്ന ഒരു എറർ എന്ന് പറയുന്നത് റാൻഡം എററാണ്, എക്സ്പെരിമെൻ്റൽ എറർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലോക്കൽ കൺട്രോൾ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ്. ആ ഹെട്രോജീനിയസ് ഗ്രൂപ്പിനെയാണ് പിന്നീട് ഹോമോജീനിയസ് ആക്കി ഗ്രൂപ്പുകളാക്കി മാറ്റുന്നത്. The RBD utilizes the principle of design, randomization, replication and local control in the following way. അപ്പോൾ നമ്മൾ റാൻഡമൈസേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള എത്ര ട്രീറ്റ്മെൻ്റ് ആണോ ആ ട്രീറ്റ്മെൻറ്റ് V ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ബ്ലോക്കിലെ V യൂണിറ്റ്സിന് അത് റാൻഡമായി കൊടുക്കുന്നു, സെക്കൻഡ് ബ്ലോക്കിലെ V യൂണിറ്റ്സിന് അത് റാൻഡമായി കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് നമ്മൾ ഫസ്റ്റ് എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും തവണ ഒരു ട്രീറ്റ്മെൻറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓരോ ബ്ലോക്കിലും എന്തായാലും നമ്മൾ ആ ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് 1 എടുക്കുന്നു, നമുക്ക് 1, 2, 3 അപ് ടു V ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് ബ്ലോക്കിൽ കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ ബ്ലോക്കിലും സെയിം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, മൂന്നാമത്തിലും അങ്ങനെ എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും ടൈംസ് നമ്മൾ ആ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എത്ര ടൈം എത്ര ബ്ലോക്സ് ഉണ്ടോ അത്രയും ടൈം ആ ട്രീറ്റ്മെൻറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റാൻഡമൈസേഷൻ നടക്കുന്നുണ്ട്. Number the V treatments 1 to etc. V. Randomly allocate the V treatments to V experimental units in each block. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പം ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ കൊടുക്കുന്നുണ്ട്, Y11 എന്ന് പറയുന്നത് അതാണ്. സെക്കൻഡ് ബ്ലോക്കിൽ Y21 കൊടുക്കുന്നുണ്ട്, അതുപോലെ YI1 കൊടുക്കുന്നുണ്ട്, YB1. ഇതൊക്കെ എന്ന് പറയുന്നത് പല ബ്ലോക്കിലുള്ള ഓരോ മെമ്പേഴ്സാണ്. ഓരോ ബ്ലോക്കിലുള്ള ഓരോ മെമ്പേഴ്സിന് നമ്മൾ എന്തായാലും ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. Replication. Since each treatment is appearing in each block, so every treatment will appear in all the blocks. So each treatment can be considered as if replicated the number of times as the number of blocks. അപ്പോൾ നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റും എത്ര വട്ടം റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്? എത്ര ബ്ലോക്കുകളുണ്ടോ അതിനനുസരിച്ച് ബ്ലോക്കുകളുടെ എണ്ണത്തിൻ്റെ അത്ര തന്നെ എന്ത് പറ്റുന്നുണ്ട്? ട്രീറ്റ്മെൻറ്റ് റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. Thus in RBD the number of blocks and the number of replication are same. Number of blocks and number of replication same ആയിരിക്കും. Local control is adopted in RBD in the following ways. First, form the homogeneous blocks of the experimental units. അപ്പം പറയാം നമ്മളുടെ ലോക്കൽ കൺട്രോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഈ ഹെട്രോജീനിയസ് ഗ്രൂപ്പിനെ ഒന്ന് കൂടെ ഹോമോജീനിയസ് ആക്കി മാറ്റി. ദെൻ അലോക്കേറ്റ് ഈച്ച് ട്രീറ്റ്മെൻറ്റ് റാൻഡംലി ഇൻ ഈച്ച് ബ്ലോക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബ്ലോക്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് റാൻഡമായിട്ട് അസൈൻ ചെയ്തു. ഈ രണ്ട് രീതിയിലാണ് അവിടെ ലോക്കൽ കൺട്രോൾ വരുന്നത്. The error variance now will be smaller because of homogeneous blocks, and some variance will be parted away from the error variance due to the difference among the blocks. നമ്മളിങ്ങനെ ഇതുപോലെ ബ്ലോക്സ് ആക്കി മാറ്റുമ്പം കുറച്ച് വേരിയൻസ് കുറഞ്ഞു വരും. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 7 ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, T1, T2 എക്സെട്ര T7 ഉണ്ട്. നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിനെ 4 ബ്ലോക്സ് ആക്കി മാറ്റുകയാണ്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4. ബ്ലോക്ക് 1ലുള്ള എലമെൻറ്റ്സ് എത്രയായിരിക്കും? അപ്പം ബ്ലോക്ക് 1ൽ 7 എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഉണ്ടാവും അല്ലേ? 7 എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഉണ്ടാവും. ആ 7 എക്സ്പെരിമെൻ്റൽ യൂണിറ്റും ഓരോന്നിനും ഓരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റിന് T2 ആണ്, സെക്കൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത്. രണ്ടാമത്തേന് T7 ആണ്, 7ാമത്തെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത്. മൂന്നാമത്തേന് 3
T3 ആണ് കൊടുത്തത്, പിന്നെ T5 അങ്ങനെ കൊടുക്കാം. അപ്പം അതുപോലെ ബ്ലോക്ക് 2-ന് T1, T6, T7 ആ ഒരു ഓർഡറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ടോ, ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണോ അത്രയും തന്നെ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ടാകും. Corresponding to level of a factor to be included in 4 blocks. So one possible layout of the assignment of 7 treatments to 4 different block in a RBD is as follows. ഈ ഒരു 4 രീതിയിൽ നമുക്കിത് അസൈൻ ചെയ്യാം. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ഞാൻ അനാലിസിസ് പാർട്ടാണ് പറയുന്നത്. ഇവിടെ YIJ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ഓഫ് jth ട്രീറ്റ്മെൻറ്റ് ഇൻ ith ബ്ലോക്ക്. ith ബ്ലോക്കിൽ എന്താണ് jth ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ആ ഒരു മെഷർമെൻ്റ് ആണെന്ത്? YIJ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് എന്താണ്? ബ്ലോക്ക്സ് എത്ര ബ്ലോക്ക് ഉണ്ട്? 1 2 അപ് ടു ബ്ലോക്ക് സൈസ് എത്ര ബ്ലോക്കിൻ്റെ നമ്പറാണ്. ജെ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് 1 2 എക്സെട്ര. YIJ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് നോർമൽ മീൻ മ്യൂ പ്ലസ് ബീറ്റ ഐ പ്ലസ് ഡോ ഐ വേരിയൻ സിഗ്മ സ്ക്വയർ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് ഓവറോൾ മീൻ എഫക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ നമ്മൾ ആൽഫ ഐ ആണ് കണ്ടത്. ആൽഫ ഐ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ്. പക്ഷേ ഇവിടെ ആൽഫ ഐ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി അല്ല ഉണ്ടാവുക, പകരം ബീറ്റ ഐയും ഡോ ഐയും ആണ്. ബീറ്റ ഐ എന്ന് പറയുന്ന ബ്ലോക്ക് എഫക്റ്റ് ആണ്. ഇവിടെ ബ്ലോക്ക് എഫക്റ്റും ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് എഫക്റ്റും ഉണ്ട്. നമ്മൾ CRD പറഞ്ഞപ്പോൾ അവിടെ എന്താണ്? ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൽഫ ഐ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ബ്ലോക്ക് എഫക്റ്റും ട്രീറ്റ്മെൻറ്റ് എഫക്റ്റും ഉണ്ട്. സച്ച് ദാറ്റ് സമ്മേഷൻ ബീറ്റ ഐ ഈക്വൽ 0, സമ്മേഷൻ ഡോ ഐ ഈക്വൽ 0. ഇവിടെ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ടാവും. കാരണം ഇവിടെ 2 എഫക്റ്റുകളുണ്ട്, ബ്ലോക്ക് എഫക്റ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ്. അപ്പോൾ നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് 2 എണ്ണം ഉണ്ട്. ഒന്നാമത്തതാണ് H0B എന്ന് പറയുന്നത്. There are 2 null hypotheses to be tested. H0B എന്ന് പറയുന്നത് എന്താണ്? β1 ഈക്വൽ ടു β2 ഈക്വൽ ടു എക്സെട്ര βB ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ബ്ലോക്ക് എഫക്ട്സ് ഒക്കെ ഈക്വൽ ആണെന്ന് ആണ് പറയുന്നത്. രണ്ടാമത്തെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ഡോ1 ഈക്വൽ ടു ഡോ2 ഈക്വൽ ടു ഡോ വി ഈക്വൽ ടു 0. ട്രീറ്റ്മെൻറ്റ് എഫക്ട്സ് എല്ലാം 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് 2 ഹൈപ്പോത്തസിസ്. ദ ലീനിയർ മോഡൽ ഇൻ ദിസ് കേസ്, ഇവിടുത്തെ ലീനിയർ മോഡൽ എന്ന് പറയുന്നത് YIJ ഈക്വൽ ടു മ്യൂ പ്ലസ് ബീറ്റ ഐ പ്ലസ് ഡോ ഐ പ്ലസ് എപ്സിലോൺ IJ. നമ്മൾ പറഞ്ഞ CRDയിൽ എന്തായിരുന്നു? YIJ ഈക്വൽ ടു മ്യൂ പ്ലസ് ആൽഫ ഐ പ്ലസ് എപ്സിലോൺ IJ എന്ന് വെച്ചാൽ YIJ എന്ന് പറയുന്ന ഒബ്സർവേഷൻ എന്തിൻ്റെയൊക്കെ എഫക്റ്റുകളാണ് വരുന്നത്? അതിൽ ഓവറോൾ മീൻ ഉണ്ടാകും, പിന്നെ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് പ്ലസ് എന്ന് പറയുന്ന എറർ എഫക്റ്റ്. ഇവിടെ പക്ഷേ YIJ എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ എന്തൊക്കെ മെഷർ ചെയ്യുന്നുണ്ട്? മ്യൂ ഓവറോൾ മീൻ, ബീറ്റ ഐ എന്ന് പറയുന്ന ബ്ലോക്ക് എഫക്റ്റ്, ഡോ ഐ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് പ്ലസ് എപ്സിലോൺ IJ എറർ. ഇവിടെ എറർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് വേരിയൻ സിഗ്മ സ്ക്വയർ ആണ്. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മ്യൂ, ബീറ്റ ഐ, ഡോ ഐ ഈ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പം എറർ എന്ന് പറയുന്നത് എന്താണ്? S ഈക്വൽ ടു എറർ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് S ഈക്വൽ ടു സമ്മേഷൻ I ഫ്രം 1 to B സമ്മേഷൻ J ഫ്രം 1 to B എപ്സിലോൺ IJ സ്ക്വയർ. ഈ മോഡലിൽ നിന്ന് നമ്മൾ മുന്നേ പറഞ്ഞ മോഡലിൽ നിന്നും എപ്സിലോൺ IJ എന്തായി എടുക്കാം? YIJ മൈനസ് മ്യൂ മൈനസ് ബീറ്റ ഐ മൈനസ് ഡോ ജെ ഓൾ സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? മ്യൂ, ബീറ്റ ഐ, ഡോ ജെ. അപ്പോൾ ഇത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും, 0നോട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? എസ്റ്റിമേറ്റ്സുകളാണ് മ്യൂ ക്യാപ്, ബീറ്റ ഐ ക്യാപ്, ഡോ ജെ ക്യാപ് എന്ന് പറയുന്ന ഈ 3ൻ്റെയും എസ്റ്റിമേറ്റ്സ് കിട്ടും. അത് നമ്മൾ ഈ ലീനിയർ മോഡലിൽ മ്യൂവിൻ്റെയും ബീറ്റ ഐൻ്റെയും ഡോ ജെൻ്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അവിടെ ചെയ്ത അതേപോലെ തന്നെ. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ് ഇതാ ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ YIJ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള YIJനോട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ Y0 ബാറും കൂടെ ആ സൈഡിലോട്ട് കൊണ്ടുപോകും. പിന്നെ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും, സമ്മേഷൻ ചെയ്യും. അങ്ങനെ കിട്ടിയേക്കുന്നതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ TSS, ടോട്ടൽ സം ഓഫ് സ്ക്വയർ. സെക്കൻഡ് ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ SSB എന്ന് പറയുന്നത്. അതാണ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ബ്ലോക്ക്. രണ്ടാമത്തെ ക്വാണ്ടിറ്റിയാണ് SSTR, സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്. ലാസ്റ്റ് ക്വാണ്ടിറ്റിയാണ് SSC എന്ന് പറയുന്നത്, സം ഓഫ് സ്ക്വയർ ഓഫ് എറർ. അതിൽ TSSൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് B ഇൻറ്റു V മൈനസ് 1. B എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്ലോക്സ്, V എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്, BV മൈനസ് 1. എന്താണ്? SSBൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് B മൈനസ് 1. SSTRൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് B മൈനസ് 1. SSCൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് B മൈനസ് 1 ഇൻറ്റു V മൈനസ് 1. ഇനി നമ്മൾ ഇതിനകത്തെ TSSും SSBയും SSCയും SSTR ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് കൊടുത്തത്. TSS എങ്ങനെ കണ്ടുപിടിക്കാം? TSൻ്റെ ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അത് നമ്മൾ ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം.
summation I from 1 to b, summation j from 1 to b, yij square minus g square by bv. ഈ g square bvനെയാണ് നമ്മൾ അവിടുത്തെ g square by n ആയിരുന്നു കറക്ഷൻ ഫാക്ടർ, ഇവിടെ g square by b ആണ് കറക്ഷൻ ഫാക്ടർ. പിന്നെ SSBL അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും എന്താണ് എക്സ്പാൻഷൻ കൊടുക്കുമ്പം നമുക്കിത് സമ്മേഷൻ I from 1 to b bi ക്യാപിറ്റൽ BI സ്ക്വയർ ബൈ ബി മൈനസ് ജി സ്ക്വയർ ബൈ ബി എന്ന് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് SSBLും അതുപോലെ SSTRും SSC ഒക്കെ കണ്ടുപിടിക്കാം. ഇങ്ങനെ TSS, SSB, SSTR, SSC ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയാമെങ്കിൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് MSTRും MSC ആണ്. MSTR എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് 2 ഹൈപ്പോത്തസിസ് ഉണ്ട് അല്ലേ, നൾ ഹൈപ്പോത്തസിസ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 F വാല്യൂ നമുക്ക് കിട്ടണം. നിങ്ങൾ ടേബിൾ നോക്കിയാൽ മതി, ഈ ടേബിൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് SSBLും SSTRും SSCയും TSS ഒക്കെ നിങ്ങൾ ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കണം എന്നില്ല. SSBയും SSTRും TSSും കണ്ടുപിടിച്ചാൽ SSC കണ്ടുപിടിക്കാൻ പറ്റും. കാരണം SSBL പ്ലസ് SSTR പ്ലസ് SSC ആണെന്ത് TSS എന്ന് പറയുന്നത്. മൂന്നിൻ്റെയും കൂടെ SSBൻ്റെയും SSTRൻ്റെയും SSCൻ്റെയും സമ്മാണ് TSS. അപ്പം ഈ SSBയും SSTRും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് TSSും കിട്ടിക്കഴിഞ്ഞാൽ TSSന്ന് മറ്റത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് SSC കിട്ടും. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ നിങ്ങൾക്ക് അറിയാം. SSBൻ്റെ B-1 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, SSTR B-1 ആണ്, SSCൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം B-1 ഇൻറ്റു V-1 ആണ്. അപ്പോൾ നമുക്കിനി MSBL കണ്ടുപിടിക്കണം. MSB കണ്ടുപിടിക്കാൻ SSB ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ് B-1, SSB ബൈ B-1 ചെയ്താൽ മതി. അപ്പോൾ MSB കിട്ടും. MSTR കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? SSTR ബൈ V-1. V-1 എന്ന് പറയുന്നത് എന്താണ്? SSTR ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് MSTR കിട്ടും. പിന്നെ MSC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? SSC ബൈ B-1 ഇൻറ്റു V-1 MSC കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 F വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ് ബ്ലോക്കിൻ്റെയും ട്രീറ്റ്മെൻറ്റ് 2 എഫക്റ്റ് നമുക്ക് നോക്കണം. അപ്പം ബ്ലോക്കിൻ്റെത് FBL എന്ന് വെച്ചാൽ MSBL ബൈ MSC. FTR കണ്ടുപിടിക്കണം, MSTR ബൈ MSC. ഈ രണ്ടും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം FBL കിട്ടിയല്ലോ, അതാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എന്താണ് ബ്ലോക്ക് എഫക്റ്റ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് F ഇൻ ദ ബ്ലോക്ക് എഫക്റ്റ്. നമുക്കൊരു ആൽഫ വന്നിട്ടുണ്ടാവും. ആ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് F ടേബിളിൽ B-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെയും B-1 ഇൻറ്റു B-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടല്ലോ. എന്നുവെച്ചാൽ MSBLൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം B-1ഉം MSCൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം B-1 ഇൻറ്റു V-1 ആണ്. ഈ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലുള്ള Fൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ടേബിൾഡ് വാല്യൂ ഓഫ് F. അപ്പം നമ്മൾ ഈ FBLും Fഉം കമ്പയർ ചെയ്യുക. FBL ഗ്രേറ്റർ ദാൻ F ആണെങ്കിൽ നമ്മൾ H0 റിജക്റ്റ് ചെയ്യും, അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് H0. അതുപോലെ നമ്മൾ F വാല്യൂ കറസ്പോണ്ടിങ് ടു ട്രീറ്റ്മെൻറ്റ് FTR എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നില്ലേ, അപ്പോൾ അത് അതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് FTR. അതും നമ്മളിതുപോലെ കമ്പയർ ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ഹൈപ്പോത്തസിസും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതാണ്